നമസ്കാരം. തിരുവനന്തപുരത്ത് തലസ്ഥാനം എന്നുള്ള നിലയിൽ സെക്രട്ടേറിയറ്റ് മാർച്ചാണെങ്കിലും അതുപോലെ രാജ്ഭവൻ മാർച്ചാണെങ്കിലും നിയമസഭാ മാർച്ചാണെങ്കിലും ഒക്കെ തന്നെ പലപ്പോഴും അത് സംഘർഷഭരിതമാകാറുണ്ട്. ഇടതുമുന്നണി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്താണ് എങ്കിൽ അതിശക്തമായ തോതിലുള്ള പരമ്പരയായിരിക്കും പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. ഇതിൽ DYFIയുടെയോ CPMൻ്റെയോ SFIയുടെയൊക്കെ നേതാക്കൾ പ്രതികളായാൽ അവർക്ക് വേണ്ടി വാദിക്കാനും മറ്റും പാർട്ടി തന്നെ വക്കീലിനെ ഏർപ്പാടാക്കുന്ന പതിവാണ് സാധാരണയായി ഉള്ളത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസോ KSU കോൺഗ്രസോ ഒക്കെ തന്നെ ഇത്തരം പ്രക്ഷോഭങ്ങൾ നടത്തുമ്പോൾ അതിൽ പ്രതികളാക്കപ്പെട്ടവർ സ്വന്തമായി തന്നെ കേസ് നടത്തേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ തലസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ സമര പരമ്പരകൾക്കെല്ലാം തന്നെ കേസിൽ പ്രതികളാക്കപ്പെട്ടവർക്ക് രക്ഷകനായി മാറിയിരുന്ന അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു എന്ന അഭിഭാഷകനാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ കേസിൽ ഉൾപ്പെടുന്ന KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ തന്നെ പ്രവർത്തകർക്ക് വേണ്ടി അദ്ദേഹം ഓടിയെത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ UDFന് വീണ്ടും ഭരണം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരവസ്ഥ വന്നതോടുകൂടി ഇപ്പോൾ കോൺഗ്രസിൽ ഈ അവസര മോഹികളുടെയൊക്കെ തന്നെ വലിയൊരു തള്ളിക്കയറ്റമാണ് നടക്കുന്നത്. അവർ നോക്കുമ്പോൾ ഭാവിയിൽ തങ്ങൾക്ക് ഭീഷണിയാവാൻ സാധ്യതയുള്ള ഓരോരുത്തരെയായി ഒതുക്കുക, ഇല്ലാതാക്കുക എന്നുള്ള കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ ഒരു രീതി ഇവിടെ വീണ്ടും ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യുവിനെ കോൺഗ്രസിൻ്റെ അഭിഭാഷക സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്. കഴിഞ്ഞ ആഴ്ച നടന്ന ബാർ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ സംഘടനയുടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ സംഘടന സ്ഥാനാർത്ഥികൾക്ക് എതിരെ പ്രവർത്തിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചാണ് അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത്. എന്നാൽ ഇതിനെതിരെ അതിശക്തമായ രോഷമാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ ഭാഗത്തിൽ നിന്ന് ഉയർന്നത്. മാത്രമല്ല മറുനാടൻ മലയാളിയും ഇന്നലെ ഇത് സംബന്ധിച്ച വളരെ വിശദമായ വാർത്തയാണ് നൽകിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളോട് അഡ്വക്കേറ്റ് മൃദുലിനെതിരായ ശിക്ഷണ നടപടികൾ അടിയന്തരമായി പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ എന്നല്ല കേരളത്തിലെ തന്നെ KSUവിലെ യൂത്ത് കോൺഗ്രസിലേക്ക് എത്രയോ പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് മൃദുലിന് പിന്തുണയുമായി രംഗത്തെത്തിയത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എപ്പോഴും പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന തല്ലുകൊള്ളുന്ന കേസിൽ പ്രതിയായി കോടതിയിൽ നിന്ന് വെളിയിറങ്ങാൻ സമയമില്ലാതിരിക്കുന്ന പലരെയും പിന്നീട് ഭരണം ലഭിക്കുമ്പോൾ ഒതുക്കി കളയുക. കാരണം ഭാവിയിൽ ഇവൻ ഞങ്ങൾക്ക് ഭീഷണിയായി മാറുമോ എന്ന് സംശയിക്കുന്ന ഒരുപാട് നേതാക്കളുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആത്മാർത്ഥതയോടുകൂടി പെരുമാറുന്നവരെയൊക്കെ തന്നെ ഇല്ലാതാക്കുന്നൊരു നടപടി പണ്ട് മുതലേ കോൺഗ്രസ്സിൽ പതിവുള്ളതാണ്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ അഡ്വക്കേറ്റ് മൃദുലിന് നേരെയും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ശക്തമായ പ്രതിഷേധത്തിന് മുന്നിൽ, അതിന് മറുനാടൻ നൽകിയ വാർത്തയുടെ മുന്നിലൊക്കെ തന്നെ ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ നേരിട്ട് ഇടപെട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഏതായാലും ഭരണം കിട്ടുമെന്ന് ഉറപ്പായതോടുകൂടി ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ എവിടെയും ഈ രാഷ്ട്രീയ വിഷാന്ത്യാഗികളുടെ തിരക്കാണ് എന്നാണ് പറയപ്പെടുന്നത്. എല്ലാവരും ഓരോരോ സ്ഥാനമാനങ്ങൾ മോഹിച്ചും ഭാവിയിൽ മന്ത്രിസഭയിൽ എത്തുമ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ആകാനോ അതല്ലെങ്കിൽ ഓരോ കോർപ്പറേഷനിലെ ചെയർമാൻ സ്ഥാനം തട്ടിയെടുക്കാനും ഒക്കെ എത്തുന്ന ആളുകളെ കൊണ്ട്, രാഷ്ട്രീയ അഭ്യർത്ഥികളെ കൊണ്ട് തിക്കും തിരക്കുമാണ്. അങ്ങനെ അവരുടെ ചിന്തയിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ തങ്ങൾക്ക് ഭാവിയിൽ ഭീഷണിയാവാൻ സാധ്യതയുള്ള ഒരു നല്ല ചെറുപ്പക്കാർക്കിടയിൽ നല്ല സ്വാധീനമുള്ള, ആർക്കെന്താവശ്യം വന്നാലും ഓടിയെത്തുന്ന ഒരാളിനെ ആദ്യം ഇല്ലാതാക്കുന്നതാണ് നല്ലത് എന്നവർക്ക് തോന്നിയതായിരിക്കാം. ഏതായാലും KPC ഇക്കാര്യത്തിൽ അടിയന്തരമായി തന്നെ ഇടപെട്ടത് ഏറ്റവും നല്ല കാര്യമായിട്ട് വേണം തന്നെ പറയാൻ. ഏതായാലും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരൊക്കെ തന്നെ ഭാവിയിലും ഏതെങ്കിലും കേസുകളിൽ പെട്ട അകത്താവുമ്പോൾ, ജയിലിലാവുമ്പോൾ അതല്ലെങ്കിൽ കസ്റ്റഡിയിലാവുമ്പോഴൊക്കെ തന്നെ അവരെ ഇറക്കാൻ ഇനി മറ്റാരും ഇതുപോലെ ഓടിയെത്താൻ കഴിയുകയില്ല എന്ന ഉത്തമബോധത്തിൽ തന്നെയാണ് KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യത്തിൽ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഏതായാലും KPC നേതൃത്വം അത് വളരെ കൃത്യമായി തന്നെ ഇടപെടുകയും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും KPCC പ്രസിഡൻ്റ് ഈ ഒരു തീരുമാനം ഏറ്റവും ഉചിതമാണ്. കാരണം എല്ലാ കാലത്തും കോൺഗ്രസിന് ദുരിതമായി മാറാറുള്ളത് ഭരണം കിട്ടുമ്പോൾ മാത്രം കൂടെ നിൽക്കുകയും അല്ലാത്തപ്പോൾ സുരക്ഷിത താവളങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സംഘം നേതാക്കന്മാരാണ്. അവർ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അഡ്വക്കേറ്റ് മൃദുലിനെയും ഇത്തരത്തിലുള്ള ഒരു കുടുക്കിൽ കുരുക്കാൻ ശ്രമിച്ചത്.